നമ്മളെല്ലാരും മെയിൻ പ്രശ്നമാണ് ഈ ഫോണിൽ ചാർജ് ചെയ്യലല്ലേ. അതെ. ചാർജ് തീർന്നോ? ഇല്ല, ഇപ്പോ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഫോണിൽ ഏകദേശം എന്റെ വേൻ തീരും. അപ്പൊ ഈ മെയിനായിട്ട് ഈ ചാർജ് തരുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആപ്സ് റൺ ചെയ്യണതിനെ കൊണ്ടാണ്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഫോണിൽ കളിച്ചാൽ ചാർജ് ചെയ്യൂലേ? അല്ല, നമുക്ക് പരിധി വരെ ഇത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ചാർജ് സേവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറയാൻ പോണത്. പേരെന്താ? ഹാവിൽ പറയും. അതായത് ഹൈബർനേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചിലപ്പോൾ കുറെ ആപ്പുകൾ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് ഒഴിവാക്കാൻ മടിക്കും. ഇപ്പൊ തന്നെ എന്റെ ഫോണിൽ എത്ര ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ അതിങ്ങനെ ഫോണിൽ അത് നല്ല രീതിയിൽ ബാധിക്കും. കാരണം അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഓൾറെഡി ബാക്കിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈബർനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഏതൊക്കെ ആപ്പുകൾ റൺ ചെയ്യുന്നുണ്ട് അത് കംപ്ലീറ്റ് ഒഴിവായി പോയിട്ട് നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടി ഫ്രീ ആവും. ആ ഒരു സമയത്ത് എന്ത് കിട്ടും? നമുക്ക് ചാർജ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചാർജ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപകാരം എന്താ? ഉപകാരം കുറെ നേരം ഫോൺ ഉപയോഗിച്ചൂടെ? അതായത് 10 മിനിറ്റിന്റെ ചാർജ് നമുക്ക് കൂടുതൽ കിട്ടിയ 10 മിനിറ്റ് എക്സ്ട്രാ നമുക്ക് ഫോൺ ഉപയോഗിച്ചൂടെ? അതെ. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.